ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എൻ്റെ മോൾക്കൊരു സ്റ്റഡ് മേടിക്കണം, ഇയറിങ് മേടിക്കണം. എൻ്റെ മോൾക്ക് ഇപ്പോൾ 1 year 10 months ആയിട്ടുള്ളൂ. ബട്ട് അവൾ 4 ഇയറിങ് കളഞ്ഞിട്ടു. സോ ഇതിപ്പോൾ 5ാമത്തെ ഇയറിങ്ങാണ് നമ്മളിപ്പോൾ മേടിക്കാൻ പോകുന്നത്. സ്കിൻ കെയറൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. സോ അതിൽ സിമ്പിളായിട്ടൊന്ന് മേക്കപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നമുക്ക് പുറത്ത് പോകാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു വീഡിയോ. ആദ്യം നമുക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ഒന്ന് ചെയ്യാം. ഞാനിവിടെ ബി പ്ലന്റിൻ്റെ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഹീറ്റ് നമ്മളുടെ ഹെയറിന് വെക്കുന്നത് കൊണ്ട് ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യം ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റെപ്പ് എന്തായാലും ഫോളോ ചെയ്യുക. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രൈറ്റ്നറാണ്. ഇത് ഓൾമോസ്റ്റ് 10 years കഴിഞ്ഞു, സ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫിലിപ്സിൻ്റെ റെക്കമെൻഡ് ചെയ്യും. അത് ഓൾഡാണ്, ഇപ്പോൾ എല്ലാം പുതിയതായിട്ട് സ്ട്രൈറ്റ്നേഴ്സ് വന്നിട്ടുണ്ടാവാം. ബട്ട് എനിക്ക് ഇതാണ് നല്ല കംഫർട്ടബിൾ ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് വർക്കിംഗ് ഫൈൻ. അങ്ങനെ ഹെയർ സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്ത് പിന്നെ എനിക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ആയിട്ട് വെക്കാനാണ് ഇഷ്ടം. ബിക്കോസ് എൻ്റെ ഹെയർ ബൈ ഡിഫോൾട്ട് കേർലാണ്. ബട്ട് എനിക്ക് കേൾസ് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ കുറച്ച് സമയം ആയില്ലേ സ്ട്രൈറ്റനിങ് ഹെയർ വെച്ച്, അതാ ഇനി കർൽസ് മതി. അങ്ങനെ ഞങ്ങളുടെ ഹെയർ സ്ട്രൈറ്റനിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് റെഡിയാവാൻ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഇതൊരു വൈറ്റ് ക്രോപ്പ് ടോപ്പ് ആൻഡ് അതിൻ്റെ മുകളിൽ ഒരു ഷർട്ട്, ഫ്ലോറൽ ഡിസൈൻ ചെയ്ത ഒരു ഷർട്ട്, പിന്നെ ഈ ബ്ലാക്ക് പാൻ്റാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. സോ നമുക്ക് ഡ്രസ്സായിട്ട് കാണാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. എന്നാൽ പോയാലോ നമുക്ക്. ഈ ഔട്ട്ഫിറ്റിന് മാച്ചായിട്ട് ഞാൻ ഒരു ഷോൾഡർ ബാഗും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് പോവാം. സർവാ പോവാം. കുട്ടിക്ക് കമ്മൽ മേടിക്കാൻ പോവാം. പറ സർവാ വാ. ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കിന്ന് പോയിട്ട് ഇയറിങ്സ് ഒക്കെ നോക്കിയെടുക്കാം. പിന്നെ പോണ വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്യണം. അവിടെ നിന്ന് വരാൻ നമ്മുടെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരു നല്ല ജ്വല്ലറി നോക്കിയിട്ട് നമുക്ക് കയറാം. സോ ലെറ്റ്സ് ഗോ. ഈ ലിഫ്റ്റിൻ്റെ മിറർ കണ്ട എനിക്ക് എപ്പോഴും സെൽഫിയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം. അങ്ങനെ ഞാൻ എടുത്തു. സോ നമുക്ക് ഇപ്പോൾ പോയാലോ. പോണ വഴിക്ക് നമുക്ക് എൻ്റെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അതിന് ആദ്യം അവിടെ പോകണം. അവിടെ പോയിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് വേണം നമ്മൾക്ക് ജ്വല്ലറി മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു മനസ്സുണ്ട്, ലൈക്ക് ഞാൻ അത് അറിയില്ല ഞാൻ ചെയ്യോ ഇല്ലേന്ന്. എനിക്ക് മൂക്ക് കുത്തണമെന്ന് കുറേ ദിവസമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടുണ്ട്. ലൈക്ക് ഇത് ഇന്നോ ഇന്നലത്തെ അല്ല, ഒരു 4 to 5 years കഴിഞ്ഞ് ഞാനിങ്ങനെ കുത്തണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് എൻ്റെ അച്ഛൻ അത് കുറച്ചും കൂടി ഇഷ്ടമില്ല. അതാ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് വന്നേ. സോ ഇവളാണ് എൻ്റെ ഫ്രണ്ട്. അവളുടെ പേര് ഹരിത. എൻ്റെ 5 years ആയിട്ട് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫാമിലി ഫ്രണ്ടെന്നും പറയാം. കംപ്ലീറ്റ് അവൻ്റെ ഫാമിലിയും ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ് ഇപ്പോൾ. അങ്ങനെ നമുക്ക് പോവാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മൂക്ക് കുത്തുന്ന കാര്യം. എനിക്ക് മൂക്ക് കുത്താണ് എൻ്റെ അച്ഛന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. ബട്ട് ഇപ്പോൾ എല്ലാവരും കുത്താൻ തുടങ്ങി. അതൊരു ട്രെൻഡ് ഫാഷനായിട്ട് മേടിക്കുമ്പോൾ അങ്ങനെ തന്നെ എൻ്റെ ഒരു നോസ് റിങ്ങും എടുക്കുക. എനിക്ക് റിങ് ഇടാനാണ് താല്പര്യം. ബട്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് അവർ മൂക്ക് കുത്തുന്ന സമയത്ത് റിങ് ഇടാൻ പറ്റില്ല. അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് സ്റ്റഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ റിങ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്കൊരു റിങ്ങും ഞാൻ മേടിച്ചു. ഈ മൂക്ക് കുത്തുന്ന പരിപാടി ഒന്ന് കണ്ടാലോ.
എന്തായി മൂക്ക് ഇതായിരുന്നു എൻ്റെ മൂക്ക് കുത്തലിൻ്റെ പരിപാടി. സോ എനിക്ക് നന്നായിട്ട് വേദനിച്ചു ഗൈസ്, കരഞ്ഞു. ആക്ച്വലി കരഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നു. എൻ്റെ മോള് കാണാൻ ഭയങ്കര വിഷമമായി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൂക്ക് നട്ട് തൊട്ടിട്ട് കാണിക്കായിരുന്നു, കുത്തിന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റ് കയറി, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.